ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന ദേവയാനിയോട് പറയുന്നുണ്ട്, അനഘ മുത്തശ്ശനോട് വിളിച്ച് പറഞ്ഞത് മൂർത്തി മുത്തശ്ശൻ്റെ ഒരു കൊച്ചുമകനാണ് അനഘയുടെ മകളുടെ അച്ഛനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അന്നേരത്തേനെ ദേവയാനിക്കും എന്തായാലും അത് ആദർശല്ല, പിന്നെ അനിയും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, പിന്നെ അത് ആരായിരിക്കുമെന്ന്. പിന്നെ ആകെയുള്ള കൊച്ചുമകൻ എന്ന് പറയുന്നത് അബിയല്ലേ എന്ന് ചോദിക്കും. അബിയോ എന്ന് ചോദിക്കും. അതെ, അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയന. അന്നേരത്തേന് ആകെ ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി. ഇപ്പം ദേവയാനി പറയും, എന്നാലും അവനിങ്ങനെ ഒരു ദുഷ്ടനായി പോയല്ലോ എന്ന്. അവൻ്റെ സ്വഭാവം വെച്ച് ആ കുഞ്ഞ് അവനെ അച്ചാന്ന് വിളിച്ച് ജീവിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ വളരുന്നത്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. നവേച്ചി അന്ന് വീട്ടിലേക്ക് വന്ന ദിവസം ആദർശേട്ടൻ അവിടുന്ന് മാറി നിന്നത് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയായിരുന്നു. ആ റിസൾട്ട് വന്നിട്ട് എല്ലാവരോടും പറയാൻ തന്നെയാണ് ആദർശേട്ടൻ തീരുമാനിച്ചിരുന്നത്. മുത്തച്ഛനാണ് വിലക്കിയത് അത് വേണ്ടാന്ന്, പിന്നെ ഞാനും വിലക്കി വേണ്ട അങ്ങനെ പറയണ്ട എന്ന്. കാരണം നവേച്ചി ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. അഭി അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളായിട്ട് അത് തകർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആ ഒരു കാര്യം പറയാതിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യണ്ട, കുഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ വളരട്ടെ എന്ന് പറഞ്ഞത് കാരണമാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തെന്നും പറയുന്നുണ്ട് നയന. അപ്പോൾ ദേവയാനി പറയും, അതെന്തായാലും നന്നായി, ആ ഒരു ദുഷ്ടനെ അച്ചാന്ന് കുഞ്ഞ് വിളിക്കണ്ട, പിന്നെ ജലജ അവളുടെ മുത്തശ്ശിയാകണ്ട, നിങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആയ സ്ഥിതിക്ക് ഞാൻ അവളുടെ മുത്തശ്ശിയായിക്കൊള്ളാം എന്ന് സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് പറയും, എന്തായാലും ഇതെല്ലാം എനിക്ക് ആദർശിൻ്റെ വായിൽ നിന്ന് കേൾക്കണം, അതുകൊണ്ട് മോൾ ആദർശിനെ വിളിക്ക്, നമുക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയും. അന്നേരത്തേന് സന്തോഷത്തോടെ നയനെ വിളിക്കുന്നുണ്ട് ആദർശിനെ. എന്നിട്ട് പറയും, നമ്മളെപ്പോഴും വരാറുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് വാ എന്ന് പറയുമ്പോഴത്തേന് ആദർശ് സമ്മതിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിയുമ്പോഴത്തേന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേവയാനി പറയും നയനയോട്, എന്തായാലും ഈ സത്യം ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം ആദർശിനോട് പറയണ്ടെന്ന്. അതെന്താ അമ്മേ, ഞങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ചു വെക്കില്ല എന്ന് തീരുമാനിച്ചതെന്ന് പറയും. അത് സാരമില്ല, അവൻ ഇങ്ങനൊരു സത്യം അറിഞ്ഞിട്ടും അവൻ നിന്നോട് 2-3 ദിവസമാണെങ്കിലും മറച്ചു വെച്ചിരുന്നില്ലേ എന്ന് ചോദിക്കും. അതുപോലെ ഇതിപ്പം കുറച്ച് നേരത്തേക്ക് മറച്ചു വെച്ചേര്, നമുക്ക് എന്നോട് ഇത് പറയാതിരുന്നതിന് വേണ്ടി അവനൊരു ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണോ അമ്മെന്ന് ചോദിക്കും. അതെ വേണം, അവൻ എന്നോട് എന്തായാലും ഈ സത്യമൊക്കെ പറയാമായിരുന്നു, എന്നിട്ടും അവൻ ഇത് പറയാതിരുന്നത് കാരണം അവനെ കൊണ്ട് തന്നെ എനിക്കിത് പറയിപ്പിക്കണം എന്നൊക്കെ പറയും. അന്നേരത്തേന് ആദർശ് അങ്ങോട്ട് കയറി വരികയാണ്. അന്നേരം ആദർശ് ദേവേനെ കണ്ടു കഴിയുമ്പോഴത്തേന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ആദർശ് വന്ന് ചോദിക്കും, അമ്മ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, നിനക്ക് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നീ കുടിച്ചേച്ച് വാ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അന്നേരം ജ്യൂസിൻ്റെ പൈസ ഉടനെ ആദർശ് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ദേവയാനി പറയും, വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അന്നേരം ദേവയാനി ആ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവരെല്ലാവരും പുറത്തേക്ക് പോരുകയാണ്. കാറ് കൊണ്ട് നിർത്തുന്നത് ഒരു കടൽ തീരത്താണ് കേട്ടോ. അന്നേരം വണ്ടിയെ വെച്ച് തന്നെ നയനയോട് പറയുന്നുണ്ട് ദേവയാനി, മോൾ ഇതിനകത്തിരുന്നു, ഞാൻ ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് സംസാരിച്ചിട്ട് മോൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് ദേവയാനി ഇറങ്ങുകയാണ്. ആദർശം പുറകെ ചെല്ലും. അന്നേരം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ആദർശിനോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ അല്ല കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ നീ അത് തെളിയിക്കുന്നില്ല, പിന്നെ നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അനഘയെങ്കിൽ അനഘ ആ വീട്ടിൽ കഴിയുന്നത് ശരിയല്ലല്ലോ, ഞാനിപ്പോൾ ആ കുട്ടിയെ കണ്ടേച്ചാണ് വരുന്നത്, അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അപ്പോൾ അവൾ നമ്മുടെ വീട്ടിലല്ലേ കഴിയണ്ടേ, നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അവിടെ ഇങ്ങനെ കഴിയണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ആദർശൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആദർശൊന്നും മിണ്ടാതൊക്കെ നിൽക്കുന്നുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്, നമ്മുടെ വീട്ടിൽ ആ കുഞ്ഞ് ആരൊക്കെയാണ് എവിടുത്തെയാണെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനഘ വന്നാലും ഏതൊരു ഒരു മുറിയിൽ കഴിഞ്ഞോളും, ആരും ചോദിക്കുന്നതിന് മറുപടി നമുക്ക് അന്നേരം പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ആദർശ് അമ്മ അതൊന്നും ശരിയാകില്ല എന്നൊക്കെ പറയും. എന്നാൽ നീ സത്യം പറ, നിന്നെയാണ് ഇപ്പം ജലജയും ജാനകിയും എല്ലാവരും അപമാനിക്കുകയും പ്രശ്നക്കാരനായിട്ട് കരുതുകയും ചെയ്യുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീ സത്യം എന്നോട് പറഞ്ഞേ പറ്റത്തുള്ളൂ, ചന്തുമോളുടെ അച്ഛൻ നീ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് അമ്മയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് പറയും, ഞാൻ കിരണിനോട് ചോദിച്ചു, കിരണും പറഞ്ഞു നീ അല്ല കുഞ്ഞിൻ്റെ അച്ഛനെന്ന്, അതുപോലെ തന്നെ നയന മോളും പറഞ്ഞു, പക്ഷേ സത്യം നിൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം, നീ പറഞ്ഞില്ലെങ്കിൽ
ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്കില്ലെന്ന് പറഞ്ഞ ഉടനെ ദേവയാനി ഓടി കടലിൽ ചാടാനായിട്ട് പോവാണ്. എന്നിട്ട് അമ്മ എന്തായി കാണിക്കുന്നു ചോദിക്കും. അത് പിന്നെ എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മുങ്ങി മരിക്കട്ടെ, അന്നേരമെങ്കിലും നീ സത്യം തുറന്ന് പറയുമല്ലോ എന്നൊക്കെ പറയും. അത് കാണുമ്പോഴത്തേന് ഉടനെ നയനയും കാറിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട്. അമ്മ എന്നെ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. അന്നേരം പറയും നീ എന്തായാലും സത്യം എന്നോട് പറയണമെന്നൊക്കെ പറയും. അമ്മ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ, അത് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ആരോടും പറയാതിരുന്നതെന്നൊക്കെ പറയും. നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമായിരുന്നു, അത് നീ എന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയും. നീ കിരണിനോട് പറഞ്ഞു, നയനയോട് പറഞ്ഞു, പക്ഷേ എന്നോട് പറഞ്ഞില്ല, അന്നേരം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദേവയാനി. എന്നിട്ട് പറയും എന്തായാലും ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ കഴിയട്ടെ, അതിന് ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഇനിയുള്ള കാര്യം ഇതുപോലൊന്നും എന്നോട് മറച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ, പിന്നെ അമ്മ ഇനി ചന്തുമോളെ വെറുക്കൊന്നും ചെയ്യരുതെന്ന്. എൻ്റെ മോനെ എനിക്ക് അതിനോട് അങ്ങനെയുള്ള സ്നേഹക്കുറവൊന്നുമില്ലായിരുന്നു, ഞാനങ്ങനെ വെറുപ്പ് കാണിക്കുമ്പോഴും എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും നമുക്ക് പോകുമ്പോഴത്തേന് ചന്തുമോൾക്ക് കുറേ കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെ മേടിച്ചുകൊണ്ട് വേണം പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാം സന്തോഷത്തോടു കൂടി തിരിച്ച് വണ്ടിയെ വന്ന് കയറുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കളിക്കുന്ന ചന്തുമോളെയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ കളിപ്പാട്ടമൊക്കെ കുഞ്ഞു വാവകൾ കളിക്കുന്ന കേട്ടോ, ഇനി ഇത് കുഞ്ഞു വാവയ്ക്ക് കൊടുക്കണമെന്ന്. കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങോട്ട് കയറി വരും. കളിപ്പാട്ടമൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ളതായോ, ഇനി എന്തായാലും ഞാൻ കുറേ കളിപ്പാട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ടേ. മുത്തശ്ശി ചോദിക്കും നിനക്ക് കുഞ്ഞിനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന്. അതൊക്കെ പറയുന്നതിന് മുമ്പ് ആ മനസ്സിലുള്ള സത്യം എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി. അണ്ണ പറയും അച്ഛൻ പറഞ്ഞായിരുന്നു നിന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന്, പിന്നെ ഇത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ പറയാതിരുന്നേ എന്നൊക്കെ പറയും. എന്തായാലും എന്നാൽ നിനക്ക് ഞാൻ ഏറെ ഡ്രസ്സും കളിപ്പാട്ടം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചന്തുമോളെ താലോലിക്കുകയാണ് ദേവയാനി. ആ സമയത്താണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ജലജ എന്നൊരു ഓർക്കുന്നുണ്ട്. ഇവർക്ക് ആ കൊച്ചിനോടുള്ള ദേഷ്യം മാറിയോ, ഇതന്നെ ഇവർക്ക് ഇപ്പോൾ ഈ സ്വഭാവം ഇങ്ങനെ ഒരു മാറാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ നീ വെറുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേൾക്കുന്നുണ്ട്. അപ്പം ജലജ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.